ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് NS200 മൈലേജ് ടെസ്റ്റിലോട്ടാണ് പോകുന്നത്. അപ്പം എൻ്റെ വണ്ടിയോ അതായത് ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി NS200 ആണ്. അപ്പോൾ അതിന് എത്ര മൈലേജ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റ ID കൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് വണ്ടി പമ്പിലോട്ട് കൊണ്ടുപോയി 1 ലിറ്റർ എണ്ണ വാങ്ങിച്ച് ഒഴിച്ച് എത്ര മൈലേജ് കിട്ടുമെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 ലിറ്ററിൻ്റെ കുപ്പി ഒപ്പിക്കണം. 1 ലിറ്ററിൻ്റെ കുപ്പി ഒപ്പിക്കുന്നതാണ് ചടങ്ങ്. അപ്പോൾ നമുക്ക് 1 ലിറ്ററിൻ്റെ കുപ്പി ഒപ്പിക്കാനായിട്ട് മാ 1 ലിറ്ററിൻ്റെ കുപ്പി ഉണ്ടാവാ. അപ്പോൾ 1 ലിറ്ററിൻ്റെ കുപ്പി കിട്ടി. അപ്പം മച്ചാന്മാരെ, എനിക്ക് 1 ലിറ്ററിൻ്റെ കുപ്പി ഇട്ടിട്ടുണ്ട്. അപ്പം നീ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനി പമ്പിൽ പോവുക, 1 ലിറ്റർ എണ്ണ വാങ്ങാം. എണ്ണ വാങ്ങിച്ച് ഇതിൽ വീത്തുക. 1 ലിറ്റർ ഇനി എത്ര കിലോമീറ്റർ ഓടുന്നു നോക്കുന്നു. അപ്പം നമുക്ക് പമ്പിലോട്ട് പോവാം. എടാ 1 ലിറ്റർ കറക്റ്റ് 1 ലിറ്റർ എത്രയാണ്ടാ പൈസ? 1 ലിറ്ററിന് എത്ര രൂപ? 1 ലിറ്ററിന് 80. ഓടാ നിറപ്പിക്കണം. നിനക്ക് അറിഞ്ഞൂടെ നിറപ്പിക്കാൻ. പയ്യടി കൊള്ളൂലേ? വേണ്ട ഉണ്ട്. എന്റെ അടപ്പറ വാത്തേ നാളെയാ. അപ്പം നമ്മൾ പമ്പിൽ നിന്ന് എണ്ണ വാങ്ങിച്ചോണ്ട് ഇറങ്ങി. ഇനി അടുത്ത നമുക്ക് ഇത് വഴിയില്ല. ഇതിലിപ്പോൾ കിടക്കണ എണ്ണ ആയാലും വഴിയിലാവട്ടെ. താണ്ട ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 1 ലിറ്റർ എണ്ണ. 1 ലിറ്റർ ഇത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ് ഇത്. എന്തായാലും കാണും, 1 ലിറ്റർ കാണും. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് ഈ കിടക്കണ എണ്ണ എവിടെ വഴിയിലാവും നോക്കാം. അപ്പം മച്ചാന്മാരെ, നമ്മൾ ഈ എണ്ണ തീർന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ കിടന്ന വണ്ടിയിൽ ഉണ്ടായിരുന്ന എണ്ണ തീർന്നിട്ടുണ്ട്. അറച്ചു തുടങ്ങി വണ്ടി. അറച്ച് സെറ്റായി, അറച്ച് നിർത്തി.
അപ്പോൾ അധികം റൈസൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മൂവ് ആവാം. അപ്പോൾ നമുക്ക് പോവാം ഫ്രണ്ട്സ്. നമ്മൾ ഇപ്പോൾ 1 ലിറ്റർ എണ്ണ വീത്തിയൊക്കെയാണ് വണ്ടിയിൽ. 1 ലിറ്റർ എണ്ണ വീത്തിയിട്ട് ഇപ്പോൾ 2 കിലോമീറ്റർ 2 പോയിന്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുക എത്ര കിലോമീറ്റർ മൈലേജ് നമുക്ക് വണ്ടി കിട്ടുമെന്നാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകണം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു 60-70 റേഞ്ചാണ് പോകുന്നത്. അപ്പോൾ 60-70 റേഞ്ചാണ് ഈ വണ്ടി ഒരു മൈലേജ് സ്പീഡ് എന്ന് പറയുന്നത്. 60-70 റേഞ്ചിലാണ് പോകുന്നത്. ഞാൻ ട്രാഫിക് ചെയ്യാൻ തന്നെ പോകുന്നത്. എത്ര മൈലേജ് പോകാം. മാക്സിമം നമ്മൾ മൈലേജ് വേണ്ടി ആദ്യം ചെയ്യാൻ നമ്മൾ സർവീസ് ചെയ്യുക. മൈലേജ് വണ്ടിക്ക് മൈലേജ് കിട്ടാൻ വേണ്ടി ആദ്യം ചെയ്യാൻ നമ്മൾ വണ്ടി സർവീസ് ചെയ്യും. നമ്മളിപ്പോഴും വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും 1 ലിറ്റർ എണ്ണയുമായിട്ട് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് നമ്മളെ വണ്ടി സ്റ്റോപ്പായിട്ടില്ല, അറച്ചിട്ടില്ല. ഒരുവിധം നല്ല രീതിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ 40 എന്ത് പ്രതീക്ഷിച്ചു. ഇപ്പോൾ 40 മേലെ കടന്നു പോയി. അപ്പോൾ 42 കിലോമീറ്റർ. അതായത് നമ്മൾ 1 ലിറ്റർ എണ്ണ കയറ്റി 42 കിലോമീറ്ററാണ് പറഞ്ഞത്. ഇനി നോക്കാം, നമുക്ക് ഏതുവരെ പോകും നോക്കാം. വണ്ടി ഏതുവരെ പോയി എപ്പോൾ ഇറങ്ങുന്നു അപ്പോൾ നമ്മൾ വണ്ടി നോക്കുന്നു എത്ര മൈലേജാണ് നമുക്ക്. ഞാൻ ഇപ്പോഴും ഇപ്പോൾ നമ്മളെ വണ്ടി അറച്ചു തുടങ്ങിയിട്ടുണ്ട്. 44.2 കിലോമീറ്റർ അറച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും നല്ല രീതിക്ക് അറച്ചു തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു 45 കിലോമീറ്റർ എങ്ങനെയായാലും കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും നമ്മൾ നോക്കാം, വണ്ടി എവിടെ നിൽക്കുന്നു നോക്കാം. നമ്മൾ 1 ലിറ്റർ എണ്ണയിലാണ് ഫ്രണ്ട്സ് നമ്മൾ ഇത്രയും കിലോമീറ്റർ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അപ്പോൾ മച്ചാന്മാരെ എങ്ങനെ നമ്മൾ വഴിയിലായി. 1 ഇഞ്ച് ഇനി സ്റ്റാർട്ടാവില്ല വണ്ടി, 1 ഇഞ്ച് സ്റ്റാർട്ടാവില്ല. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടാവുമെങ്കിൽ അറപ്പാണ് വണ്ടി. അത് 45 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട് 1 ലിറ്റർ എണ്ണയിൽ. അപ്പം നമ്മളെ വണ്ടിക്ക് ഒരുവിധം നല്ല മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മളിവിടെ വന്ന് നിൽക്കുകയാണ്. വണ്ടി വഴിയിലായി. ഒരു
ഇഞ്ച് സ്റ്റാർട്ടാകത്തില്ല. അങ്ങനെ നമ്മൾ വേണ്ട വണ്ടി കിലോമീറ്ററാണ് 45 കിലോമീറ്റർ കറക്റ്റ് ഓടിയിട്ടുണ്ട് 1 ലിറ്റർ എണ്ണയിൽ. 1 ലിറ്റർ എണ്ണയിൽ 45 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.